തൃശൂർ കുറുപ്പം റോഡിലെ കോർപ്പറേഷന്റെ നിർമ്മാണ പ്രവൃത്തികൾ തടഞ്ഞ് വ്യാപാരികൾ. കാനയ്ക്ക് മുകളിലെ കോൺക്രീറ്റിംഗ് അശാസ്ത്രീയമെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. നടപ്പാത നിർമ്മാണമെന്നായിരുന്നു മേയറുടെ വിശദീകരണം. സ്വരാജ് റൗണ്ട് മുതൽ ചെട്ടിയങ്ങാടി ജംഗ്ഷൻ വരെയുള്ള റോഡിലെ കാനയുടെ സ്ലാബിന് മുകളിലാണ് 2 അടിയോളം കനത്തിൽ കോൺക്രീറ്റ് ചെയ്യുന്നത്. പൊട്ടിപ്പൊളിഞ്ഞതും കാലപ്പഴക്കം ചെന്നതുമായ സ്ലാബുകൾ ധാരാളമാണിവിടെ. ഇങ്ങനെയുള്ള പ്രദേശത്തെ പഴകിയ സ്ലാബിന്റെ മുകളിലാണ് അതിന്റെ 4 ഇരട്ടിയിലധികം കനത്തിൽ കോൺക്രീറ്റിംഗ് നടത്തുന്നത്. ഇതോടെ സ്ലാബുകൾക്ക് ബലക്ഷയം സംഭവിക്കാനും സാധ്യതയുണ്ട്. കൂടാതെ റോഡിന് സമാനമായി ഉയരം കൂടിയ കോൺക്രീറ്റ് കൂടി വന്നതോടെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആളുകൾക്കും വാഹനങ്ങൾക്കും കടക്കാൻ കഴിയാത്ത സ്ഥിതിയുമായി. ഇതോടെയാണ് വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. റോഡ് ഉയരം കൂട്ടി കോൺക്രീറ്റിംഗ് നടത്തി പുനർനിർമ്മിച്ചതോടെ മഴവെള്ളവും മലിനജലവും വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കയറുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. നിലവിലെ പ്രവൃത്തികൾ അശാസ്ത്രീയമാണെന്നും വ്യാപാരികളുടെയും പ്രദേശവാസികളുടെയും ആശങ്ക അകറ്റിയുള്ള നിർമ്മാണ പ്രവൃത്തികളെ പാടുള്ളൂവെന്നും സ്ഥലം സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് TR ഹിരന്റെ നേതൃത്വത്തിലുള്ള LDF കൗൺസിലർമാർ പറഞ്ഞു. ഇത് ആഴം കൂട്ടിക്കൊണ്ട് ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് ഇത് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ആഴം കൂട്ടാതെ നിലവിലുള്ള സ്ലാബിന്റെ മുകളിൽ തന്നെ ഏകദേശം 2 അടി ഹൈറ്റിൽ കോൺക്രീറ്റ് ചെയ്ത് പോവുകയാണ്. ആ കോൺക്രീറ്റ് താങ്ങാനുള്ള ശേഷി നിലവിലുള്ള സ്ലാബിന് അവിടെ ഇല്ല. അത് പഴയതാണ്. ഈ കടകളിൽ നിന്നടക്കം വരുന്ന പെയ്ത്ത് വെള്ളം പോകാനായിട്ട് സംവിധാനം അവിടെ ഒരുക്കിയിട്ടില്ല. കടകളിലേക്ക് കയറുന്നതിനോ അവർക്ക് റോഡുകളിലേക്ക് കയറുന്നതിനോ വേണ്ടിയിട്ട് സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഈ കാനയ്ക്കകത്ത് എന്തെങ്കിലും ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്നിപ്പോൾ നിലവിലുള്ളത്. അത്തരം സംവിധാനങ്ങൾ ഒന്നുമില്ലാതെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണ് കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇത് അടിയന്തരമായിട്ട് ഒരു പുനർവിചിന്തനം നടത്തേണ്ടതായിട്ടുള്ള കാര്യമാണ്. എന്നാൽ കാന നിർമ്മാണമല്ല, നടപ്പാത നിർമ്മാണമാണ് നടക്കുന്നതെന്ന് മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അറിയിച്ചു. കാനയിലെ ഒഴുക്ക് തടസ്സപ്പെടാതെയും തടസ്സങ്ങൾ ഉണ്ടായാൽ പരിഹരിക്കുന്നതിനാവശ്യമായ ഗ്രില്ലുകൾ സ്ഥാപിച്ചുമാണ് പ്രവൃത്തികൾ നടക്കുന്നതെന്നും മേയർ പറഞ്ഞു. വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആളുകൾക്കും വാഹനങ്ങൾക്കും കടക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കി നൽകുമെന്നും മേയറും എഞ്ചിനീയറിംഗ് വിഭാഗവും വിശദീകരിച്ചു. നിലവിൽ റോഡിന്റെ ഒരു വശത്ത് മാത്രമാണ് കോൺക്രീറ്റിംഗ് നടക്കുന്നത്. വൈകാതെ മറുഭാഗത്തും ഇത്തരത്തിൽ നടപ്പാത നിർമ്മിക്കാനാണ് തീരുമാനം. കൂനിന്മേൽ കുരു കണക്കെയാണ് ഇപ്പോൾ കുറുപ്പം റോഡിലെ വ്യാപാരികളുടെയും യാത്രക്കാരുടെയും അവസ്ഥ. ഒന്നിനു മുകളിൽ ഒന്നായി പണിയുമ്പോഴും അതെല്ലാം അവർക്ക് വിപത്തായി മാറുകയാണ്. കുറുപ്പം റോഡിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV.